ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഐ ആം ഇൻ വാൾ സ്ട്രീറ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തൊരു ട്രേഡിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും രാവിലെ മാർക്കറ്റ് ഓപ്പണായി ആദ്യത്തെ ഒരു 3 മിനിറ്റ് ക്യാൻഡിലിൽ വലിയ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലായിരുന്നു മാർക്കറ്റ് ഓപ്പണായി പോയിരുന്നത്. അപ്പം ഇവിടെ ഒരു ശരിക്കും ഫില്ല് ചെയ്യാനായിട്ടൊരു ഗ്യാപ്പ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മൾ നേരത്തെ നോക്കി വെച്ചൊരു എൻട്രി ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് തിരിച്ച് കയറാൻ നോക്കുമ്പോൾ ഞാൻ ഓർത്തത് ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രി എനിക്ക് മിസ്സായിപ്പോയി. എനിക്ക് ആ കറക്റ്റ് ടൈമിൽ നോക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഏകദേശം ഈ ലെവലിൽ നിൽക്കുവാണ്. ചാടി എൻട്രി എടുക്കാനായിട്ട് നോക്കി. ഇപ്പോൾ പണ്ടത്തെ ഒരു എൻട്രി മെൻറ്റാലിറ്റി വെച്ചിട്ട് നമുക്കൊരു എൻട്രി മിസ്സായി കഴിഞ്ഞാൽ ഓക്കെ, അയ്യോ മുകളിലോട്ട് പോകണു, ഇപ്പോൾ കയറിയാലേ മുകളിലോട്ടുള്ളത് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് ഞാൻ ഇവിടെയൊക്കെ സാധാരണ ചാടിക്കയറി എൻട്രി ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും ഓർത്തു എൻ്റെ എൻട്രി ഈ ലെവലിലാണ്, അവിടെയാണെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ വരുന്ന ഒരു നഷ്ടത്തിലാണ് പോകണമെങ്കിൽ എനിക്കതിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നഷ്ടത്തിലിട്ട് തന്നെ ചുരുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി മാർക്കറ്റ് തിരിച്ചിറങ്ങി വരുവാണെങ്കിൽ ഇവിടെ വെച്ച് എൻട്രി ചെയ്യാൻ ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കറക്റ്റ് ഞാൻ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് താഴ്ത്തിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. അപ്പോൾ എൻട്രിയിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് കരുതിയിരുന്നത് ഇന്നത്തെ ഡേയുടെ ലോ ആയിരുന്നു. ഈ ലോ കട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ട്രേഡിന് എക്സിറ്റ് ചെയ്യാം. ഏകദേശം 15 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിരുന്നത്. അപ്പം ഒരു ഇൻ ദ മണി ട്രേഡാണ് എടുക്കണമെങ്കിൽ 15 രൂപയുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 1000 രൂപയുടെ നഷ്ടം മാക്സിമം വരത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞാൻ എൻട്രി എടുത്തു, മാർക്കറ്റ് വന്നു, തിരിച്ച് ആ ലെവൽ വരെ പോയില്ല. ഇവിടുന്ന് പിന്നെ തിരിച്ച് മുകളിലോട്ട് തന്നെ കയറാൻ തുടങ്ങി. മുകളിലോട്ട് കയറി വന്നു. നമ്മുടെ ഇത് മന്ത്ലി ഓപ്പണിംഗ് റേഞ്ചിൻ്റെ സപ്പോർട്ട് ഇവിടെ കിടപ്പുണ്ട്. അവിടെ വന്നു ഒരു സപ്പോർട്ട് എടുത്തു, തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. മുകളിലോട്ട് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇങ്ങനെയായിരുന്നു മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പം ഓക്കെ, ഞാൻ കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഓർത്ത് തന്നെയായിരുന്നു വെച്ചത്. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ ഹയർ ലോ ഇവിടെയല്ല ക്രിയേറ്റ് ചെയ്തത്, നേരത്തെ മുമ്പുണ്ടായിരുന്ന ഈ ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി, മാർക്കറ്റ് റിവേഴ്സൽ ആകുമെന്ന് ഓർത്ത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ഹയർ ലോ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ മുകളിലോട്ടുള്ള ആക്ടിവിറ്റി എങ്ങനെയാണോ, ഈ ഹൈ കട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ചെയ്യാമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് വന്നിട്ട് ഒരു ക്യാൻഡിൽ പ്രൈസ് റിജക്റ്റ് ചെയ്തേക്കുവാണ്. കാരണം ഇവിടെ വന്നിട്ട് ഇത് നമ്മുടെ മന്ത്ലി ഓപ്പണിംഗ് റേഞ്ചിൻ്റെ അവിടെ വന്നിട്ട് ആ ക്യാൻഡിൽ ശരിക്കും റിജക്റ്റ് ചെയ്തു. അത് റിജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ, മാർക്കറ്റ് തിരിച്ച് തന്നെ മുകളിലോട്ട് പോകുമെന്ന് എനിക്ക് കൺഫേം ആയി. കാരണം ഇവിടെ വോളിയം നോക്കുമ്പോഴത്തേക്കും, വോളിയം ആണെങ്കിൽ പോലും ഈ ഒരു ക്യാൻഡിൽ, അതിൻ്റെ മുമ്പത്തെ ക്യാൻഡിൽ 690 കെയുടെ ട്രേഡ് നടന്നപ്പോഴത്തേക്കും തൊട്ടിപ്പുറത്തെ ക്യാൻഡിൽ 890 കെയുടെ റിജക്ഷനാണ് നടന്നത്. അത്രയും ക്വാണ്ടിറ്റിയിൽ ട്രേഡ് നടന്നു, ആ ട്രേഡ് റിജക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ തീരുമാനിച്ചു മാർക്കറ്റ് മുകളിലോട്ടായിരിക്കുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തു. നേരെ തന്നെ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടി. ഇത്രയും മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈ ഉണ്ടായിരുന്നു, ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി മാർക്കറ്റ് റിവേഴ്സൽ ആയിരിക്കുമെന്ന്. അത് ഇപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പം തോന്നി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസും അതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് തോന്നി വെച്ചത്. അപ്പം ഞാനിവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ മുകളിൽ വെച്ചിട്ട് ഞാൻ ശരിക്കും ട്രേഡിന് എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ വാച്ച് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഈ ഒരു പോയിൻ്റ് എത്തിയിട്ട് അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് താഴ്ത്തിട്ട് പോരണുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം 2400 രൂപയുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ താഴ്ത്തിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു ഇത് കണ്ടു, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എല്ലാവരും ചോദിച്ചു എന്താ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ. ശരിക്കും ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഗ്യാപ്പിനാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ അപ്പം അത് ശരിക്കും SMC കൺസെപ്റ്റിൽ വരുന്ന സ്മാർട്ട് മണി കൺസെപ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ട്രേഡ് എടുക്കാമെന്ന്. അപ്പം ഞാൻ ഈ ഒരു ക്യാൻഡിലിനെ കൺസിഡർ ചെയ്തു. ഈ ക്യാൻഡിലിൻ്റെ കറക്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ എൻട്രി ചെയ്യാം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആ ക്യാൻഡിലിൻ്റെ ലോയും വെക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 590 6 പോയിൻ്റായിരുന്നു ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നു ഓക്കെ, ആ പോയിൻ്റ് ടച്ച് ചെയ്തില്ല. അപ്പോൾ ഞാൻ ആ ട്രേഡ് എടുത്തില്ല. തിരിച്ച് മാർക്കറ്റ് വന്ന് അടുത്തൊരു ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും ഓക്കെ, ഈ ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ ആ ലൈൻ കറക്റ്റ് നമ്മുടെ എൻട്രി ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എൻട്രി എടുത്ത് ഞാൻ ഓർത്ത് ഓക്കെ, ഇവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുവാണെങ്കിൽ ഓക്കെ, ഇത് ഇനി റാലി കണ്ടിന്യൂ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ നമ്മൾ വിചാരിച്ചത് നേരെ അടുത്ത ക്യാൻഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്ത് താഴ്ത്തിട്ട് ഇറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും തന്നെ നമുക്ക് തോന്നി ഓക്കെ, ഇനിയിപ്പം മാർക്കറ്റ് റിവേഴ്സൽ ആവാനായിരിക്കും സാധ്യത എന്ന് ഓർത്തു. വോളിയത്തിൻ്റെ അനലൈസും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും താഴ്ത്തിട്ടുള്ള ഒരു ഇതാണ് കണ്ടുവച്ചത്. അപ്പോൾ കറക്റ്റ് ഞാൻ ഇവിടുന്ന് തന്നെ എക്സിറ്റ് ചെയ്തപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഏകദേശം 500 രൂപയുടെ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 490 രൂപ. അത്ര നഷ്ടം സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചെറിയ ക്വാണ്ടിറ്റിയിൽ പോലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പോലും ഇത്ര നഷ്ടം വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കുറഞ്ഞ പ്രീമിയമാണ് കയ്യിലിരിക്കുന്നുണ്ട്, കുറഞ്ഞ ക്യാപിറ്റൽ കയ്യിരിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മൊത്തം ഔട്ട് ഓഫ് ദ മണിയിലാണ് ട്രേഡുകൾ എടുക്കുന്നത്. ഔട്ട് ഓഫ് ദ മണിയിൽ ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ടൈം ഡീക്കേ സംഭവിച്ചിട്ട് നമ്മുടെ ക്യാപിറ്റൽ പെട്ടെന്ന് വൈപ്പ് ഔട്ട് ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും ആരും ആ OTM പോയി ട്രേഡ് എടുക്കരുത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ഇവിടുന്ന് 490 രൂപയുടെ നഷ്ടം സംഭവിക്കുകയാണ്. അതിനുശേഷം ഞാൻ പിന്നെ ഇന്നത്തെ ട്രേഡെല്ലാം ക്ലോസ് ചെയ്തു. ഞാൻ ഒരു ദിവസം 2 ട്രേഡ് എടുക്കുള്ളൂ. ഞാൻ ആ ട്രേഡ് അവിടെ നിർത്തിയ ശേഷം നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇങ്ങനെ താഴ്ത്തിട്ട് പോകുന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനൊരു കാരണം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം കാണിച്ചു തരാം.
നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഇങ്ങോട്ട് താഴത്തെ ഇറങ്ങി വന്നല്ലോ. നമ്മൾ നോക്കുമ്പോഴത്തേക്കും രാവിലെ ഇവിടെ വന്ന് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് കയറി വന്നിട്ട് താഴെ ഇവിടെ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രേഡ് ലോജിക്ക് വെച്ചിട്ട് നമ്മളിതിനെ സപ്പോർട്ട് സോണായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് തിരിച്ച് മാർക്കറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എൻട്രി പ്ലാൻ ചെയ്യും. ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സലാകും നിർത്ത്. ശരിക്കും ഇത് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തേക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്. അപ്പം അടുത്ത സബ്സിക്വൻസ് മൂവ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ആ ലിക്വിഡിറ്റി രണ്ടും എടുത്തിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ കിടക്കുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡറുകളെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് ഒരു താഴത്തെ ഒരു ഓർഡർ വന്നപ്പോൾ ഇവിടെ കിടന്ന വെച്ചാൽ എല്ലാ സ്റ്റോപ്പ് ലോസുകളും എല്ലാവരുടെയും ഓർഡറുകളും ക്യാച്ച് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരിച്ച് കയറുന്നതായി കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിങ്ങും SMC സ്മാർട്ട് മണി കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കണം. നിങ്ങളുടെ ഇതിനെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്, സ്മാർട്ട് മണി കൺസെപ്റ്റ് പറയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓർഡർ ബ്ലോക്ക് എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പം ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്, കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ബേസിക്സ് തൊട്ട് കവർ ചെയ്ത് ഈ ഒരു ഇവിടം വരെ എന്ന് വെച്ചാൽ ഒരു 10-50 വീഡിയോയിൽ തീരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 10-40 വീഡിയോയോട് തീരുമായിരിക്കും. അത്രയും എഫേർട്ട് ഇടേണ്ടി വരുമായിരിക്കും. എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ആ രീതിക്കൊന്ന് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഓർത്താണ് ഇരിക്കുന്നത്. അപ്പം അടുത്തൊരാഴ്ചയോട് കൂടിയിട്ട് ഞാനിതിനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റിൻ്റെ 6 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ആ തെറ്റ് എനിക്ക് അപ്പോൾ തിരുത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് കവർ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ അത് തിരുത്തി തന്നെ മുമ്പോട്ടേക്ക് പോകും. പിന്നെ കുറച്ച് പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സൊമാറ്റോയാണ് ഓടാൻ പോകുന്നത്. അപ്പം അവിടെ കാണുന്ന പലർക്കാണെങ്കിൽ പോലും പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചൊന്നും അറിയത്തില്ല. സേവിങ്സിനെ കുറിച്ചോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചോ നാളെ എങ്ങനെ വെൽത്ത് ജനറേറ്റ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വലിയ ബോധമില്ലാത്തതിനെക്കുറിച്ച് ഞാൻ കാണുന്നുണ്ട്. പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കിപ്പോൾ കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറേശ്ശെ വീഡിയോകൾ ചെയ്യണം. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജേണി സ്റ്റാർട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സീരീസ് എന്തായാലും അടുത്ത ആഴ്ച തൊട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും പറയുക. പിന്നെ ഓവറോൾ ഞാൻ ഇതിന് എടുത്തിരിക്കുന്ന ട്രേഡിന് എനിക്കൊരു 2500 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ 490 രൂപ നഷ്ടം വന്നത് കുറച്ചിട്ട് 1900 രൂപ ലാഭം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ സൊമാറ്റോ ഓടാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.